വാഹനങ്ങൾ KL-15M രജിസ്ട്രേഷൻ ചെയ്തിട്ട് CF നിലവിലെടുക്കാത്ത പുതിയ വാഹനങ്ങൾക്കും ടെസ്റ്റ് ഓക്കെ സ്റ്റിക്കർ കൊടുക്കും. എല്ലാത്ത ആളുകൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ബ്ലാങ്ക് ആയിട്ടുള്ള ഫോം KL-15 എന്ന് പറഞ്ഞിട്ടുള്ള സീൽ അടിച്ചിട്ടുള്ളത് നിങ്ങൾ വന്ന ഡ്രൈവർമാരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ച ചോദ്യം എന്താണ്, ആ ഡ്രൈവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ സ്റ്റിക്കർ കിട്ടുമെന്നാണ്. അത് കിട്ടില്ല. നിങ്ങളൊക്കെ വന്നമാതിരി നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ പോലെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ക്ലാസ് അറ്റൻഡ് ചെയ്തവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് KL-15 എന്ന് പറഞ്ഞ സീല് അടിച്ചിട്ടുള്ളത്. ആരും നിൽക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ളവർക്ക് ചെയർ സ്വയം എടുത്ത് അവിടെ ഇരിക്കാം. നമ്മുടെ സാറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജോയിന്റ് ആർട്ടിഒ വരുന്നുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം നമ്മൾ ഔദ്യോഗികമായിട്ട് പരിപാടിക്ക് കടക്കും. ബാക്കിയപ്പോൾ സാറ് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നു. പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ അവസരമുള്ള ഒരു വേദിയിലും സംശയങ്ങൾ ഒരിക്കലും തീരില്ല. ആ ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് നമുക്ക് കണ്ട് വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ. ചുരുങ്ങിയത് ഇവിടെ ഇരിക്കുന്ന ഡ്രൈവർമാരുടെ കയ്യിൽ ഒരു സ്ലിപ്പ് ഉണ്ടായിരിക്കണം. അതില്ലാത്ത ആളുകൾ പുറത്തു നിന്ന് അവരുടെ സംസ്ഥാന സ്ലിപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കണം. അതാണ് ഏറ്റവും ചുരുങ്ങിയ കാര്യമായിട്ട് പറയാനുള്ളത്. വളരെ കൂടുതൽ ഔപചാരികമായ ഒരു സെഷനുകളിലേക്കോ പരിപാടികളിലേക്കോ നമ്മൾ കടക്കുന്നില്ല. ചെറിയൊരു ഉദ്ഘാടനം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂൾ കുഞ്ഞുങ്ങളുടെ സുരക്ഷ മാത്രമല്ല, ഒരു അപകടം സംഭവിക്കുമ്പോൾ, നിരത്തുകളിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ അത് സ്കൂൾ കുഞ്ഞുങ്ങളെ മാത്രമല്ല ബാധിക്കുക, നമ്മുടെ ജീവനും വിലയുണ്ട്. നിങ്ങളും വാഹനം ഓടിക്കുന്നവരാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തി എല്ലാ വർഷങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിക്കുന്ന ഡ്രൈവർമാർക്കുള്ള ഒരു സുരക്ഷാ പരിശീലന ക്ലാസ് ആണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സില് എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങളെ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് വിളിച്ചു വരുത്തി, നിങ്ങളൊരു ഭീകരന്മാരോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്ക് ഒരു ക്ലാസ് എത്ര വലിയ തെറ്റുകാരാണോ, ഞങ്ങളാണോ ഈ നാട്ടിലെ അപകടങ്ങളിലേക്ക് കാരണക്കാരി എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. രവികുമാർ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിയിൽ അപ്പുറമുള്ള ബോധവൽക്കരണമൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഒരു 90% ആളുകളും എന്നെക്കാളും പ്രായം ചെന്ന, അല്ലെങ്കിൽ എന്റെ പ്രായത്തിന് അപ്പുറം ഈ സ്കൂൾ വാഹനത്തിന്റെ ഷെയറിങ് ഇരിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടാലന്റിനെയോ കഴിവിനെയോ കുറച്ച് കാണിച്ചുകൊണ്ടല്ല നമ്മൾ ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. മറിച്ച് ഒരു റിഫ്രഷ്മെന്റ് കോഴ്സ് എന്നുള്ള നിലയിലും കൂടിയാണ്. ചില ബോധവൽക്കരണം എന്നുള്ള കാര്യം നമ്മളത് മാറ്റി വയ്ക്കുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ. ഓടിക്കുന്നതിൽ എത്രയോ അപ്പുറം നിങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ്. എന്നാൽ പോലും ചില കാര്യങ്ങൾ നിങ്ങളെ എന്താ പറയുക, ഒന്ന് തട്ടി നോവിക്കുക, കുത്തി നോവിക്കുക എന്ന് പറയില്ല എന്ന പോലെയാണ്. കഴിഞ്ഞ വർഷം സാറിവിടെ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം നമ്മുടെ താലൂക്കില് കൺസർണബിൾ ആയിട്ടുള്ള തരത്തിലുള്ള അപകടങ്ങളൊന്നും സ്കൂൾ വാഹന അല്ലെങ്കിൽ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ വർഷം ഇവിടെ ജോലി ചെയ്ത ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് നിതാന്ത ജാഗ്രതയോടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ മാത്രമല്ല, ഈ താലൂക്കിലെ സ്കൂളുകളിലെ ഈ വാഹനത്തിന്റെ ചാർജുള്ള അധ്യാപകർ, ഈ വാഹനത്തിൽ ആയമാരായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ളവരുടെ ഒരു നിതാന്ത ജാഗ്രതയുടെ ഫലമായിട്ടാണ് നമുക്ക് ഒരു വർഷം വളരെ കൺസർവബിൾ ആയിട്ടുള്ള തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതെ പോയത്. ഈ വർഷവും നമ്മൾ അത്തരം പിന്തുണ ഈ മേഖലയുമായി ബന്ധം ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം. ഈ പരിപാടി എന്നുള്ളത് അതൊരു അനൗചിത്യമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ഇന്നിവിടെ നിങ്ങളുടെ വാഹനം പരിശോധിച്ച് നിങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി 100% ഈ പരിപാടി ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് നമ്മളിവിടെ ചെക്ക് ഓക്കെ എന്നുള്ള സ്റ്റിക്കർ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം. അത് വിതരണം ചെയ്യാനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനും ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ജോയിന്റ് ആർട്ടിഒ എന്റെ മോറിസ് സാറിനെ ഞാൻ ഈ സദസ്സിന്റെ പേരിൽ, ഈ സബ്ബാർട്ട് ഓഫീസിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം വേണം, വേദി വേണം, അല്ലെ? നല്ല ചൂടുകാലാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയുള്ള ഒരു സദസ്സ് വേണം, ഫാൻ വേണം, ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു മൈക്ക് വേണം.
അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ രവികുമാർ സാർ പ്രത്യേകം പറഞ്ഞു, സാറ് പോയിട്ട് നേരെ DHS ഒന്ന് ബന്ധപ്പെടൂ, അവരതിന് വേണ്ട സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറയേണ്ടായി. അങ്ങനെ ഞങ്ങൾ ആ നിമിഷം തന്നെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഇവിടെ വന്നു. ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് ശ്രീ അമാനുള്ള മാഷയായിരുന്നു. അദ്ദേഹം ഈ DHSന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ്. ആത്മപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഏതൊരു പരിപാടിയിലും നമ്മൾക്ക് ഏറ്റവും മികച്ചതാവേണ്ടത് ആ പരിപാടി മനോഹരമാക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സാന്നിധ്യമാണ്. ഒരു പരിധിവരെ നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല. എന്നാലും നിലവിൽ നമ്മൾക്ക് നമ്മുടെ സദസ്സിലും ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം ഉള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഞങ്ങളുടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളാണ് ഈ സദസ്സിലെ ഏറ്റവും വലിയ VIP-കൾ. നിങ്ങളാണ് ഈ സദസ്സിനെ മനോഹരമാക്കുന്നവർ. നിങ്ങൾക്ക് മണ്ണാർക്കാട് സബ് ഓഫീസിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിനോടുകൂടി ഇതിന് സഹകരിച്ച നമ്മുടെ ബാനർ, നമ്മുടെ മറ്റുള്ള സംവിധാനങ്ങൾ, സ്റ്റിക്കർ എന്നിവ നൽകുന്നതിനും മറ്റുമായി അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ വോട്ടർ-എക്സിന്റെ പ്രതിനിധി വിനോദനും ഞാൻ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് സബ് ഓഫീസിന്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. മറ്റുള്ളവർ എന്റെ സഹപ്രവർത്തകരാണ്. അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഗതം ആശംസിക്കുന്ന ഞാൻ എനിക്ക് തന്നെ സ്വാഗതം പറയുന്നത് തുല്യമായിരിക്കുമെന്നതുകൊണ്ട് അത്തരം ഒരു ഉദ്യമത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ജോയിന്റ് RDO എന്നെ മോറിസ് സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കുന്നതിന് ആദ്യം ഇത്ര മനോഹരമായ ഒരു ഹാളും സംവിധാനങ്ങളും ചെയ്തു തന്ന അമാനുള്ള സാറിനുള്ള എൻ്റെ വ്യക്തിപരമായ നന്ദി ഞാനെന്ന് പറഞ്ഞോട്ടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് വേറൊരു സ്കൂളിലായിരുന്നു. ഇവിടെ ഈ ഹാള് ചെറുതാണെങ്കിലും ഇത്രയും മനോഹരമായിട്ട് ഒരുക്കുകയും ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമൊക്കെ ഇത്ര ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ചെറിയ അസൂയം തോന്നുന്നുണ്ട്. അപ്പോൾ സാറിനോട് ആ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. പ്രിയമുള്ളവരെ, 2026-27 അധ്യയന വർഷം ആരംഭിക്കുക. അപ്പോൾ എല്ലാ വർഷവും ഈ മഴക്കാല ഒരുക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർമാർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുക എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ചടങ്ങായി മാറിയോ എന്ന് സംശയമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയപ്പോൾ കണ്ട പല മുഖങ്ങളും ഇത്തവണയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഇതൊരു പരിചയം പുതുക്കലാണ്. ഇവിടെ ഇന്ന് ഈ പരിപാടിക്ക് നിൽക്കുമ്പോൾ എനിക്ക് മാനസികമായ വ്യക്തിപരമായ ഒരു ചെറിയ സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ വർഷം ഈ പരിപാടി നടക്കുമ്പോൾ അതിനു മുമ്പുള്ള സമയത്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില ദുരന്ത വാർത്തകളൊക്കെ നമ്മളുടെ ഈ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം 2025-26 കാലഘട്ടത്തിൽ അങ്ങനെ മനസ്സിനെ നോവിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും തന്നെ നമുക്കില്ലായിരുന്നു എന്നുള്ളത് ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതിഫലനമാണ്. അതിൽ ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു. സാധാരണ മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ ആക്സിഡന്റ് ഫ്രീ, അതായത് ഒരു ആക്സിഡന്റ് പോലും ഇല്ലാത്ത വർഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആചരിക്കുകയും അതിനുവേണ്ടി കാര്യങ്ങളെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ലഘൂകരിക്കുമ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന വാഹനങ്ങൾ അപകടമുണ്ടാക്കരുത് എന്ന ഒരു തലത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് മണ്ണാർക്കാട് അത് 100% അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമാണ്. പിന്നെ 1-2 പരാതികൾ എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞ ചില ആൾക്കാരുണ്ട്, അഭ്യുദയകാംക്ഷികളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ളത്. ചില വാഹനങ്ങൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോഴുണ്ടാകുന്ന ചില അശ്രദ്ധകൾ. അത് പ്രധാനമായിട്ടും ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിൻ്റെ വീലിൻ്റെ നട്ടൊക്കെ ഊരിപ്പോയ കാര്യവും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. ഒരു പക്ഷേ അതൊക്കെ നമുക്ക് അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇല്ലാതാക്കാവുന്ന കാര്യങ്ങൾ. ആ ശ്രദ്ധക്കുറവ് കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ നമുക്ക് അപകടമൊന്നും ഉണ്ടായില്ല, പക്ഷെ അത് അപകടത്തിലേക്ക് നയിക്കുന്ന സംഭവം. അപ്പം അങ്ങനെ ഒരു ഭാഗം കൂടെ ശ്രദ്ധിച്ച് കൂടുതൽ കരുതലോടെ നമുക്ക് വാഹനം ഓടിക്കാം.
അതിലുപരി വാഹനം സുരക്ഷിതമായി ഓടിക്കുന്നതിനേക്കാൾ ഉപരി വാഹനത്തിലുള്ള കുട്ടികളെയും കൂടെ നിങ്ങൾ കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. നിങ്ങളുടെ സേവനത്തിൽ ചെറുതൊന്നുമല്ല, അതും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബോധവൽക്കരണ ക്ലാസ് ഞാൻ വീണ്ടും പറയുന്നുണ്ടെങ്കിലും എങ്കിലും ഒരു പരിചയം പുതുക്കലിന് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി നന്ദി. ഔപചാരികമായിട്ട് സാറ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനും ഞങ്ങളുടെ ഈ പരിപാടിക്ക് ഒരു ആശംസ അർപ്പിക്കുന്നതിനും ബഹുമാനപ്പെട്ട അമാനുള്ള മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലെ ഡ്രൈവർമാർ രണ്ട് ദിവസം മുമ്പാണ് സാറന്മാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഓഫീസിൽ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിനോട് അപ്പം തന്നെ സംസാരിച്ചപ്പോൾ എല്ലാ സൗകര്യങ്ങളും പിന്നെ RTO ഓഫീസിലെ സാറന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവരുതെന്നാണ് മാനേജ്മെൻറ്റിന് അറിയിച്ചത്. അത് പ്രകാരം കഴിയാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എല്ലാ സ്റ്റാഫിനെയും വിളിച്ചുള്ള മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ അല്ല, ഇത് മെയിലുകൾ വരുമ്പം തിരുവനന്തപുരം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതാണ്. അപ്പോൾ സാറന്മാരും തന്നെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട്. നിങ്ങൾക്ക് എന്ത് വിഷയങ്ങൾ റോട്ടിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫിനും കൂടെ പറയാറുണ്ട്, എന്ത് വിഷയങ്ങൾ നിങ്ങൾ റോട്ടിലുണ്ടെങ്കിൽ ഏത് പാതിരക്കാലും വേണ്ട, അതല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലായാലും വേണ്ട, നിങ്ങൾ വിളിച്ചോളൂ. ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തി നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ നിങ്ങളുടെ മാനേജ്മെൻറ്റുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു ബന്ധം ആയിക്കൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കാം. സാറന്മാർക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി അറിയിക്കുകയാണ്. ഈ കാര്യത്തിൽ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇതുവരെ ഗണനീയമായ തരത്തിലുള്ള അപകടങ്ങൾക്ക് വിധേയമാകാത്ത ഡ്രൈവർമാർ, കാരണക്കാരാവാത്ത ഡ്രൈവർമാർ എന്നീ 2 മാനദണ്ഡങ്ങൾ മാത്രമേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. പ്രായം എല്ലാവർക്കും വരുന്നതായതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കും ഭാവിയിൽ വീണ്ടും ഇതേ വേദിയിൽ ഇതേപോലെ ആദരവിന് വിധേയമാവാം. അല്ലേ സാർ? ഒന്നാമത്തെ പേര് ശ്രീ ഗോപാലൻ, AUPS കുമരംപുത്തൂർ. ഗോപാലൻ, AUPS കുമരംപുത്തൂർ. അടുത്ത ആള് റെഡിയാവുക സലാം, ഇർഷാദ് ഹൈസ്കൂൾ. സലാമല്ലേ? അടുത്ത് സുഭാഷ്, കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ. വിൽസൺ ബാബുരാജ് നെക്സ്റ്റ്. വിൽസൺ ബാബുരാജ് അട്ടപ്പാടി ബദനി സ്കൂൾ. ബാലകൃഷ്ണൻ, MVT ഹയർ സെക്കൻഡറി സ്കൂൾ. വിൽസൺ ബാബുരാജാണ്. വിൻസൺ. ബാലകൃഷ്ണൻ, MVT ഹയർ സെക്കൻഡറി സ്കൂൾ. അബു, DHSS അബു. എന്തൊക്കെയാണെങ്കിലും പ്രായമായവരെയാണ് ആദരിക്കുന്നത്. എന്നാലും പല ആളുകൾക്കും അവരുടെ പ്രായം വെളിപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രായം വെളിപ്പെടുത്താത്തത് കേട്ടോ. അതൊക്കെ പ്രായം കൂടെ അനൗൺസ് ചെയ്തത്. മോഹനൻ, ഉണ്ണികൃഷ്ണൻ, ശബരി ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മള് കുറെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകിയതിൽ EIB ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. CF
ചെക്കഡോക്കെ സ്റ്റിക്കറിന് യോഗ്യമായിട്ടുള്ള വണ്ടികൾ തന്നെയാണ്. അല്ലാത്ത വണ്ടികളിൽ നേരത്തെ ലബീബ് സാർ നിങ്ങളോട് അനൗൺസ് ചെയ്തിരുന്നു. അതായത് വാഹനം ഓടിച്ചു നോക്കുന്ന പരാതി ഒഴികെ ബാക്കിയുള്ള പരാതികളെല്ലാം നമ്മൾ മൈനറായിട്ടുള്ള പരാതികളെല്ലാം തീർത്ത് നമ്മൾ ഇന്ന് സ്റ്റിക്കർ കൊടുക്കും. മുസ്തഫ മുസ്തഫ അത് പറയാം. അപ്പൊ ഇനി ഈ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡ്രൈവർമാരുടെ പ്രതിനിധിയായിട്ട് ഒരു ആശംസ അർപ്പിക്കാൻ ശ്രീ ഹൈദരലി MBS ഹയർ സെക്കൻഡറി സ്കൂൾ ക്ഷണിക്കുന്നു. ശേഷം ക്ലാസ് MBA രവികുമാർ സാർ, മണ്ണാർക്കാട് ജോയിന്റ് RTO, അതേപോലെ തിങ്ങാന സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ, AMBമാർ, അദ്ദേഹത്തെ പേര് എനിക്കറിയില്ല, റബി സാറിന് അറിയാം. ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ ഡ്രൈവർമാരായ സുഹൃത്തുക്കൾക്കും ഇവിടെ കൂടിയതിന് ആദ്യമായി ഒരിക്കൽ നന്ദി പറയണേ. കാരണം നമ്മുടെ ഇതിൽ കൂടുതൽ ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം മണ്ണാർക്കാട് MBS സ്കൂളിൽ ഉണ്ടായിരുന്നു. 280ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ ഇതിൽ പങ്കെടുക്കും എന്നുള്ളത് വിചാരിച്ചതാണ്. കാരണം അതിൽ ഒരു പാകപ്പിഴവ് പറ്റിയത് നമ്മുടെ ഇന്നത്തെ ദിവസം എല്ലാ ക്ലാസ്സുകൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നുള്ളത് പൊതുവെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ടെസ്റ്റ് എടുത്ത വണ്ടികൾക്ക് സ്റ്റിക്കർ കൊടുക്കും എന്നുള്ളത് അറിഞ്ഞത് കൊണ്ട് ഒരുപാട് ആളുകൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. കാരണം വണ്ടി ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ നിന്ന് ഒരാൾ വന്നാൽ മതി, ആ സ്റ്റിക്കർ അവർ വാങ്ങിയിട്ട് വന്നാൽ മതിയല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് കുറെ ആളുകൾ കമ്മിയാകാനുള്ള കാരണം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയിക്കണം. അതേപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് ഒക്കെ വന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടു, നമ്മളിങ്ങനെ എല്ലാ ഡ്രൈവർമാരും 15ഉം 20ഉം വർഷങ്ങളൊക്കെ ആയി. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞതിന്റെ മുമ്പ് മാത്രമാണ് മണ്ണാർക്കാട് എത്തിങ്ങാനയിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അതിന്റെ ശേഷം മണ്ണാർക്കാട് കുമരമ്പത്തൂര് നല്ലൊരു ക്ലാസ് നടന്നു. അന്ന് നമ്മളെ ജോയിന്റ് RTO അവരവിടെ വന്നിട്ടൊക്കെയാണ് അത് ക്ലാസ്സുകൾ എടുത്തിരുന്നത്. എൻ്റെ സഹപ്രവർത്തകനും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ ശ്രീ മുഹമ്മദ് ലബീബ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ചടങ്ങ് വൈൻഡപ്പായി. അതിനുശേഷം നമുക്കൊരു ടീ സെഷൻ ഉണ്ട് അല്ലേ, ചായ എത്തിയ സാറ്? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നത് കേട്ടോ. ക്ലാസ് നടക്കുന്നതിന് കഴിഞ്ഞിട്ടാണ് ക്ലാസ് എന്തായാലും ബാക്കിയുള്ള വാഹനങ്ങൾക്കുള്ള സ്റ്റിക്കർ വിതരണം എല്ലാം നമ്മളൊരു ചെറിയ ഒരു സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ലബീബ് സാർ വരും. മോദി സാർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അമാനുള്ള സാർ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്കൂൾ ഓപ്പറേറ്റേഴ്സ്മാർ, ഡ്രൈവേഴ്സ് ഇവിടുന്ന് വിളിക്കുന്നതിൽ കാര്യമില്ല, നിങ്ങളൊക്കെ സ്കൂളിൻ്റെ ശരിക്കും ഓപ്പറേറ്റേഴ്സ്മാരാണ്. എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി നമുക്ക് ഈ ഹാളും ഈ സൗകര്യവും ഈ സ്കൂളും അനുവദിക്കപ്പെട്ടിട്ടുള്ള DHS സ്കൂളിനും അമാനുള്ള സാറിനും പ്രത്യേകം നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സ്വന്തം പേരിലും SRTO മണ്ണാർക്കാടിൻ്റെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ജോയിന്റ് RTO മോദി സാറിന് SRTO മണ്ണാർക്കാടിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എൻ്റെ സ്വന്തം പേരിലും SRTO മണ്ണാർക്കാടിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഇവിടെ പ്രധാനമായും എത്തിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എടുത്തു പറയാൻ ഒരുപാട് സമയമുള്ളത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ പേര് എടുത്തു പറഞ്ഞു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേര് എൻ്റെ സ്വന്തം പേരിലും SRTO മണ്ണാർക്കാടിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഒന്നാമത്തെ സെക്ഷൻ
അവസാനിപ്പിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഈ പറയുന്ന സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാവരും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്ത് അത് വലിയ ദുരന്തമാവും. കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തകളിൽ കണ്ടോ എന്നറിയില്ല, കോഴിക്കോടിനടുത്ത് ഒരു ഗൂഡ്സിൻ്റെ ക്യാബിനിൽ ഇരുത്തി പോകുന്ന സമയത്ത് ഈ ഡോറ് തുറന്നു പോവുകയും മകൻ റോഡിൽ വീണ് മരിക്കുകയുണ്ടായി. അപ്പോൾ ചെറിയ ഒരു അശ്രദ്ധയാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളിലും നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂൾ ബസ്സുകളിൽ ചെറിയ പോരായ്മകൾ പോലും നിങ്ങൾ പരിഹരിച്ചു വരൂ എന്നിട്ട് ഞങ്ങൾ ടിക്ക് ചെയ്യാമെന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പരിമിതിയുണ്ട്, കാരണം നിങ്ങളിത് റിപ്പയർ ചെയ്യുന്നതോ ഫണ്ട് കൊടുക്കുന്നതോ ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ അത് കൊണ്ടുവരേണ്ടി വരുന്നത് ഒരു വലിയ വിഷമമായി കാണരുത്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ഒരു സ്കൂൾ വർഷമാണ്. നമുക്കറിയാം, ഇത് തുടങ്ങുക എങ്കിൽ പോലെ നമുക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന റോഡ് അപകടങ്ങളിൽ 1-ാം സ്ഥാനമാണ്. നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ ഓരോ 3 മിനിറ്റിലും ഒരാൾ റോഡിൽ മരിക്കുന്നുണ്ട്. റോഡിലെ മരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ സ്കൂൾ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ കുട്ടികളെ അമ്മമാർ അല്ലേ ബാഗും ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ കയറി തിരിച്ച് അതേപോലെ നമ്മുടെ വണ്ടിയിൽ വന്നിറങ്ങി ആ സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് പോകേണ്ട കുട്ടികളാണ്. അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ദുരന്തമുണ്ടാക്കുന്ന ആഘാതം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായതുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഈ പറയുന്ന ഇങ്ങനെ ഒരു റിഫ്രഷ്മെൻറ്റിൽ ഒത്തുകൂടുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ വലിയ അധ്വാനം അതിൻ്റെ പിറകിലുണ്ട്. നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും പറയുന്ന കുട്ടികളാണ്, നമുക്കറിയാം അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. സ്കൂൾ സോണിൽ നമുക്ക് വേഗത 30 ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 30 ആക്കിയെന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ് അല്ലേ. എന്താണ് 30 ആക്കിയത്? ആ വ്യക്തി ജീവിച്ചിരിക്കാനുള്ള സാധ്യത 85%, മരണപ്പെടാൻ ഉള്ള സാധ്യത 15%, ഒരു വേഗതയാണ് 30. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ 30 കിലോമീറ്ററിലെ വാഹനം ഓടിക്കാവൂ എന്ന് പറയുന്നത്. ഇത് ഒരു 50 സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മരണ സാധ്യതയാണ് 85%. ആൾ മരണപ്പെടാനാണ് 85% സാധ്യതയുള്ളത്. രക്ഷപ്പെടാനുള്ള സാധ്യത 15 നമ്മുടെ പുതിയ കണക്ക് പ്രകാരം റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന 25% പേരും കാൽനടക്കാരാണ്. റോഡ് മുറിച്ച് കിടക്കുന്നവരാണ് 25% ആളുകൾ. നമ്മുടെ മണ്ണാർക്കാട് താലൂക്കിൽ തന്നെ മാസം 1-2 ആളുകളെങ്കിലും ചുരുങ്ങിയത് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. നമുക്കെല്ലാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നമ്മുടെ പല റോഡുകളും റിപ്പയറിലാണ്. അപ്പോൾ നമുക്ക് ആലനല്ലൂർ റോഡായാലും ആനക്കട്ടി റോഡായാലും പല റോഡുകളിലും വർക്ക് നടക്കുന്നത് കൊണ്ട് വാഹനങ്ങളുടെ വേഗത കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം കൂടി ആക്സിഡൻറ്റ് കുറയാനുണ്ടായിട്ടുണ്ട്. ഈ വർഷം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ മറ്റൊരു പ്രശ്നം, നമ്മളുടെ സ്പീഡ് ലിമിറ്റ് പുതുക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ടിപ്പറുകൾ, ബസ്സുകൾ, കോൺട്രാക്ട് കാരേജ് എന്ന് പറയുന്ന വാഹനങ്ങളുടെ ഒക്കെ സ്പീഡ് നമുക്ക് 60 ആയിരുന്നു. ആ 60 എന്നുള്ള വേഗത ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ട് 80 ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നിരത്തുകളിൽ ഇത്തരം വാഹനങ്ങളുടെ വേഗത കൂടിയിട്ടുണ്ട്. അത് നമുക്കുണ്ടാക്കുന്ന അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അതിൻ്റെ ഒരു ജാഗ്രത കൂടി നിങ്ങൾ പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല, സ്കൂൾ ടൈമുകളിൽ നമ്മൾ ടിപ്പർ പോലുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിപ്പോൾ നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. ഇനി ജൂൺ മുതൽ അത് വീണ്ടും പ്രാബല്യത്തിൽ വരുമോ എന്നറിയില്ല. അപ്പോൾ നിലവിൽ നമുക്ക് സ്കൂൾ ടൈമിൽ ടിപ്പർ നിരോധനം നിലനിൽക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പുതിയ അധ്യയന വർഷത്തിൽ വാഹനം ഓടിച്ചു തുടങ്ങാം. എത്ര ഡോറുണ്ട് അത്രയും ഡോർ അറ്റൻഡർമാർ നിർബന്ധമാണ്. ചെറിയ കുട്ടികളെ പ്രത്യേകിച്ചും വാഹനത്തിൽ കയറാനും ഇറങ്ങാനും ഇവർ സഹായിക്കണം. കൂടാതെ റോഡ് മുറിച്ചു കിടക്കാൻ. നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുമ്പോഴും തിരിച്ച് വാഹനത്തിൽ കയറുമ്പോഴും ഒക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന അപകടം കുറയ്ക്കണമെങ്കിൽ ആയമാർ നിർബന്ധമാണ്. കാരണം നിങ്ങൾ ഡ്രൈവർമാർ ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നു, കുട്ടികൾ റോഡിൽ ഇറങ്ങുന്നു. ആ റോഡിൽ നിന്ന് കുട്ടികൾ
ഈ വാഹനത്തിന്റെ സൈഡിലൂടെ നിങ്ങളുടെ വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ പോകുന്ന അവസ്ഥ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ MESന്റെ മുന്നിലൊക്കെ അല്ല ബസ് ഇപ്പോഴും നിർത്തുന്നത് എവിടെയാണ്? മുകളിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ ശ്രദ്ധിച്ചത് നമ്മൾ സാധാരണ ഇപ്പൊ ബസ് നിർത്തുന്നതിന്റെ തൊട്ടു മുന്നിലായിട്ടാണ് ഈ സീബ്ര. അപ്പൊ ഒരു ബസ് വന്ന ആ മുകളിൽ തന്നെ നിർത്തും. തെറ്റായ സ്ഥലത്ത് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് ബസ് നിർത്തുന്നു. എന്നാൽ ഈ ബസ്സിന്റെ മുന്നിൽ സീബ്ര ലൈൻ കാണുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ആ സീബ്രയിലൂടെ നടക്കും. ഈ സമയത്ത് പിറകിലൊരു വാഹനം ബൈക്കോ കാറോ വന്ന് അവരെന്ത് ചെയ്യും? നിർത്തിയിട്ട ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വരും. അപ്പൊ ഈ സീബ്ര നടന്ന് കഴിഞ്ഞ് വരുന്ന കുട്ടിയെ നേരെ തട്ടും. അപ്പൊ ഇത്തരം അപകട സാധ്യത നമ്മുടെ ചുറ്റും ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഇല്ലാത്തപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ക്യാമറയിൽ നോക്കി കൃത്യമായി വണ്ടി എടുക്കാനൊക്കെ നമ്മൾ ശീലിക്കുക. ബ്ലൈൻഡ് മിററുകൾ നോക്കി വാഹനം ഓടിക്കാൻ നമ്മൾ ശ്രമിക്കുക. പുതുതായിട്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടികളിൽ വന്നിട്ടുള്ള. പിന്നെ ഒന്ന് വണ്ടിയുടെ കണ്ടീഷനാണ്. നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ്, ഡ്രൈവർ എന്ന നിലയിൽ നമ്മൾ വാഹനത്തിൽ കയറുന്നതിന് മുന്നേയും വാഹനത്തിൽ കയറിയിരുന്നതിന് ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചെറിയ പോരായ്മ കണ്ടാൽ പോലും നാളേക്ക് മാറ്റി വെക്കാതെ, നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ വാഹനത്തിലെ ആ കേടുപാട് തീർത്ത് ഒരു അപകടമുണ്ടായിട്ട് നമുക്ക് പരിഹരിക്കുക എന്ന് പറയുന്ന അസാധ്യമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വണ്ടിക്ക് തോന്നുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് നിലവിൽ തന്നെ പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കൂടാതെ 3 മാസം കൂടുമ്പോൾ സ്കൂളിൽ തന്നെ ഈ വാഹനം 3 മാസത്തിലും 6 മാസത്തിന്റെ ഇടവേളകളിൽ പരിശോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ നടക്കുന്നില്ല. നിങ്ങളുടെ വാഹനം നിങ്ങളുടെ സ്വന്തം വാഹനം പോലെ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സ്വന്തം കുട്ടികളെ പോലെ നോക്കി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വാഹനത്തെയും നിങ്ങളുടെ കുട്ടികളെയും സുരക്ഷിതമായി കൊണ്ടെത്തിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. അത് നിങ്ങൾ ഭംഗിയായിട്ട് ഇത്രയും ദിവസം നിർവഹിച്ചിട്ടുണ്ട്. തുടർന്ന് നിർവഹിക്കാനുള്ള ഒരു ഊർജം നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നിന്ന് കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം തന്നെ പ്രധാനമായും ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രധാന കാര്യം തന്നെയാണ്. ആയമാർ നമുക്ക് കുറച്ച് ആയമാരാണ് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ആയമാരില്ലെങ്കിൽ കഴിയുന്നത് നിങ്ങൾ ആ സ്കൂളിൽ നിർബന്ധമായും ആയമാരെ ആവശ്യമുള്ള വാഹനങ്ങളിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊരു ആയ ഇല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും ആയമാരെ വെക്കാൻ നിർബന്ധിക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള വണ്ടികൾ. അതുപോലെ തന്നെ സ്ത്രീ ആയമാരെ, ചെറിയ കുട്ടികളും പെൺകുട്ടികളുമുള്ള വണ്ടികളിലൊക്കെ സ്ത്രീ ആയമാരെ നിർബന്ധമായും വെക്കണം എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് പാലിക്കുക. നമുക്കറിയുന്നത് പോലെ തന്നെ ബസ്സിൽ നിന്ന്, സ്കൂൾ ബസ്സുകളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത സത്യത്തിൽ അതിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല. ഒരു കുട്ടിയും വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ നിയമം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് ഒരു സിംഗിൾ സീറ്റ്, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു സീറ്റിൽ 2 പേരും. ഇങ്ങനെ തന്നെയാണ് പോവേണ്ടത്. ബാഗ് വെക്കാനുള്ള സ്ഥലം അതിൽ നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാം ഒറ്റയടിക്ക് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം നിങ്ങൾ കൂടുതൽ കുട്ടികളൊക്കെ നിങ്ങളുടെ വണ്ടികളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡ്രൈവിങ് കൂടുതൽ ഉത്തരവാദിത്തമാണ് തരുന്നത്. ഡോർ ലോക്കുകൾ വളരെ പ്രധാനമാണ്. ഡോർ അടച്ച് തന്നെ വണ്ടി എടുക്കുമ്പോഴും നിർത്തുമ്പോഴും ഡോർ എപ്പോഴും അടച്ച് യാത്ര ചെയ്യുക. ഉണ്ടെങ്കിൽ പോലും ഡോർ അടച്ചിട്ട് മാത്രം വാഹനം ഓടിക്കുക. ഡോറ് തുറന്നു വെച്ച് ഈ വാഹനങ്ങൾ നമ്മളൊരു കാരണവശാലും ഓടിക്കരുത്. ഇനി മറ്റൊന്ന്, നമ്മൾ എല്ലാ വർഷവും പറയാറുള്ളത് പോലെ തന്നെ ഒരു സ്കൂൾ ബസ് ഡ്രൈവർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന കുട്ടികൾ അവർ നാളത്തെ നമ്മുടെ പൗരന്മാരാണ്. ഡ്രൈവിംഗ് സ്വഭാവ രീതിയുടെ പ്രാരംഭ ഇൻപുട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ്. അതായത് ഭാവിയിൽ ഡ്രൈവർമാരാവേണ്ട ഈ കുഞ്ഞുങ്ങളുടെ ഡ്രൈവിങ്ങിന്റെ ഒരു ഇതാണ് ഡ്രൈവിംഗ്, ഇങ്ങനെയാണ് ഡ്രൈവർ എന്ന് പറയുന്ന ആദ്യത്തെ പാഠം അവരുടെ തലച്ചോറിൽ കയറ്റുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മാതൃകാപരമായിട്ട് തന്നെ ഇരിക്കണം. അതായത് നിങ്ങൾ ഹോൺ അടിക്കുന്നതായാലും സ്റ്റിയറിംഗിൽ പിടിക്കുന്നതായാലും റോഡിൽ ശ്രദ്ധിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ള വണ്ടികളോടുള്ള നിങ്ങളുടെ പെരുമാറ്റമായാലും വളരെ പക്വതയോട് കൂടി ആയിരിക്കണം. ഇതിൽ എല്ലാവരും പക്വത കൂടുതലാണ്, ചെറുപ്പക്കാർ വളരെ കുറവാണ് കാണുന്നത്. എങ്കിൽ പോലും നമ്മൾ മോശമായി വണ്ടി ഓടിക്കുന്ന സമയത്ത് അനാവശ്യമായി ഹോൺ അടിക്കുക, അനാവശ്യമായി ഓവർടേക്ക് ചെയ്യുക, ഒരു കൈ പിടിച്ച് മാത്രം വണ്ടി ഓടിക്കുക, ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. സ്റ്റോക്കല്ലേ, ഒരുത്തൻ വളരെ അശ്രദ്ധമായൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നമുക്ക് ദേഷ്യം വരും, ഒരു സംശയമില്ല. പക്ഷെ
അതിന് നമ്മൾ പരസ്യമായി പ്രതികരിക്കുക. ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്നത് തെറ്റായ സന്ദേശമാണ്. ഇതാണ് ഒരു ഡ്രൈവർ, ഇങ്ങനെയൊക്കെ ആവണം, കുറച്ച് പ്രശ്നക്കാരനാവണം, കുറച്ച് ഹോണടിച്ച് മറ്റുള്ളവരെ പേടിപ്പിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഈ പറയുന്ന സീബ്ര ക്രോസിങ്ങിലൊക്കെ നിർത്തിക്കൊടുത്ത ആളുകളെ കടത്തിവിടുന്ന, അത്യാവശ്യത്തിന് മാത്രം ഫോൺ അടിക്കുന്ന, കൃത്യമായി സ്റ്റിയറിംഗിലൊക്കെ പിടിക്കുന്ന, ഫോണും അഥവാ അത്യാവശ്യത്തിന് വരികയാണെങ്കിൽ സൈഡാക്കി ഫോൺ ചെയ്യുന്ന, മറ്റുള്ള ഡ്രൈവർമാരോടോ മറ്റ് യാത്രക്കാരോടോ മറ്റ് കാൽനടക്കാരോടോ ഒക്കെ വളരെ സ്നേഹത്തോടെ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ മാതൃക ഒരു ഡ്രൈവറായ പെരുമാറ്റം നിങ്ങൾക്കുണ്ടായാൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. അത് നിങ്ങളുടെ വലിയ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറും. ചെയ്യാൻ പറ്റുന്ന ഇതാണ് നമ്മൾ പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയ കുട്ടികൾ നമ്മുടെ ഭാവിയിൽ അവർക്ക് നമ്മുടെ നാടിന് വേണ്ടി പല രീതിയിൽ പ്രവർത്തിക്കേണ്ട കുട്ടികളാണ്. അപ്പോൾ അവരുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണെന്നുള്ള ബോധ്യം വേണം. അവരുടെ ഡ്രൈവിംഗ് ഹാബിറ്റുകൾ തെറ്റായ ഒരു സന്ദേശം പോലും നമ്മൾ ഉണ്ടാവരുത് എന്നുള്ളത് നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ അതുണ്ടാക്കുന്ന ആശ്വാസം. നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ പോലും ഇത്രയും പ്രായമുള്ളവർ ഇപ്പോൾ നിരന്തരം 10-20 വർഷം ഈ EIB ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണം നമ്മുടെ സ്പീഡ് ഗവർണറാണ്. അവൻ 50 കിലോമീറ്ററിലെ നമ്മളെ പോകാൻ അനുവദിക്കുന്നുള്ളൂ. ഈ 50 കിലോമീറ്ററിൽ പോകുമ്പോഴുള്ള സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. വണ്ടി നമ്മൾ ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി വേഗത കുറയും. വേഗത എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഡ്രൈവിങ്ങിൽ ഏറ്റവും അപകടം പിടിച്ച സാധനം. അത് 50 ആവുന്നതോട് കുറച്ച് 60, 70, 80 പോയിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ആരോഗ്യം പോലും വളരെയധികം വീക്കാവും. കാരണം നമ്മൾ വളരെ വേഗത്തിൽ പോകുമ്പോൾ റോഡിൽ നമുക്ക് എന്തില്ല, സമയമില്ല, റോഡിൽ ദൂരം മാത്രമേ ഉള്ളൂ. ഈ വേഗത എന്ന് പറയുന്നത് ഒരു 60 കിലോമീറ്ററിൽ പോകുന്ന വണ്ടി ഒരു സെക്കൻഡിൽ ഏകദേശം 17-18 മീറ്ററാണ് പോകുന്നത് ഒരു സെക്കൻഡിൽ. അപ്പോൾ 60 കിലോമീറ്ററിൽ പോകുന്ന വണ്ടി ഒരു സെക്കൻഡിൽ 18 മീറ്റർ പോകുന്നു പറഞ്ഞാൽ നമ്മളൊരു വളവിലൊക്കെ 60 കിലോമീറ്ററിലാണ് ഓടിക്കണമെന്ന് വെച്ചാൽ വളവിൽ ഒരാൾ റോഡ് കുറുകെ ചാടിക്കഴിഞ്ഞാൽ അയാളെ തട്ടും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് അത്ര അധികം കാൽനടക്കാർ നമ്മുടെ റോട്ടിൽ മരിക്കുന്നത്. കാൽനടക്കാർ വളവിലോ അല്ലെങ്കിൽ രാത്രിയൊക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് വട്ടമ്പലത്ത് ഇന്നലെ രാത്രി ഒരു CCTV നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു സ്ത്രീ റോഡ് മുറിച്ച് കിടക്കണം രാത്രിയിൽ. കാറുകാരൻ അടുത്തെത്തുമ്പോഴാണ് കാണുന്നത് അവൻ ചവിട്ടുന്നു, ബാക്കിൽ വന്ന ബൈക്കുകാരൻ ഇടിക്കുന്നു. കാഴ്ച വളരെ ഒരു പ്രശ്നമാണ്. നമ്മൾ പിന്നെ പകലാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് ഈ വേഗത നിങ്ങളുടെ തൊഴിലിൽ വലിയ നേട്ടമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വേഗത കട്ടാവുന്നില്ലെങ്കിൽ അതിന് നിങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനൊന്നും തരേണ്ട, നിങ്ങൾ അപ്പം തന്നെ പോയിട്ട് അത് ശരിയാക്കിക്കോളും. സെൻസർ പോയാൽ അത് 60, 80, 70 പോകും. നമ്മൾ അങ്ങനെ ഓടിച്ചില്ലെങ്കിൽ പോലും കുട്ടികളില്ലാത്ത സമയത്ത് റിട്ടേൺ വരുമ്പോഴെങ്കിലും നമ്മൾ ഈ പറയുന്ന ഉയർന്ന വേഗത്തിൽ ഓടിക്കും. അതൊരു കാരണവശാലും നമ്മൾ ചെയ്യരുത്. അത് നമ്മളുടെ ആരോഗ്യം തന്നെ കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് ഈ പറയുന്ന നിബന്ധനകളെല്ലാം നമുക്ക് വേണ്ടതാണ്, നമ്മുടെ വണ്ടിക്ക് വേണ്ടതാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതാണ്. അപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ EIBയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ആ മാനദണ്ഡങ്ങളെല്ലാം വാഹനത്തിൽ നിലനിർത്താനും അത് ശ്രദ്ധിക്കാനും കൃത്യമായി ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. ഇറങ്ങുമ്പോഴും റോഡ് മുറിച്ച് കിടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും നിർത്തിയിട്ട വണ്ടികളുടെ പുറകിലൂടെയോ മുന്നിലൂടെയോ കുട്ടികളെ റോഡ് മുറിച്ച് കടക്കാൻ അനുവദിക്കരുത്. നമ്മൾ കൂടെ കൊണ്ടുപോവുകയോ ചെയ്യരുത്. അപ്പോൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധ വേണം. ഈ വണ്ടിയുടെ പിറകിലൂടെയോ മുന്നിലൂടെയോ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ആയ ഉള്ള വണ്ടിയിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ആ കുട്ടിയെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വണ്ടിക്ക് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ വണ്ടിയുടെ പിറകിലൂടെയോ മുന്നിലൂടെ തന്നെ കൊണ്ടുപോകണം. മറ്റൊന്ന് ഈ പറയുന്ന മറ്റ് പൊതുവായ വിഷയങ്ങളാണ്. സ്കൂള് കോളേജ് ബസ് ഡ്രൈവർമാരൊക്കെ ചിലപ്പോൾ ഇതിലുണ്ടാവാം. നമ്മുടെ സ്കൂൾ കോളേജുകളിലുമൊക്കെ ഈ പറയുന്ന മറ്റ് പല രീതിയിൽ കുട്ടികളെ വഴിതെറ്റിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ള മോശമായ പ്രവണതകൾ കാണുന്നുണ്ട്. അതിനും നിങ്ങളുടെ ഒരു ഇടപെടൽ, അതൊരു നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ സ്കൂൾ അധികൃതരോട് നിങ്ങൾ ആ സന്ദേശം കൈമാറുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിന് അത് വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വലിയ കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. നമ്മൾ ഇനിയും ഒരു വലിയ ബോധവൽക്കരണ ടോപ്പിക്കിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ വാഹനം ഓടിച്ച് കൊണ്ടുപോകുന്നവരാണ്. അതിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭംഗിയായി നിങ്ങൾക്ക് ഈ വർഷം സുരക്ഷിതമായ ഡ്രൈവിംഗ് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുടെ ഈ പ്രോഗ്രാമുമായി സഹകരിച്ചതിന് ഇനി വരാത്തവർക്ക് ഈ സന്ദേശം കൈമാറാൻ കൂടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
കാര്യം എന്താണെന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്യും കേട്ടോ. അവർ ചിലപ്പോൾ ഇനി ഏർപ്പാടിലോ എവിടെയെങ്കിലും പോയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഇതുപോലെ ക്ലാസ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ട് അറിയാലോ. ക്ലാസ് സംഘടിപ്പിക്കണം എന്നാണ് നമ്മളോട് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം. അത് എങ്ങനെ സംഘടിപ്പിക്കണം, എവിടെ സംഘടിപ്പിക്കണം എന്നൊന്നുമില്ല. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തിയും താല്പര്യമുള്ള ആളുകളെ സമീപിച്ചും അവരുടെ കയ്യിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ സ്വീകരിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി കാർഡും ഒക്കെ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയുള്ളത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പലർക്കും. ഈ പ്രാവശ്യം അതിനനുസരിച്ചുള്ള ഫണ്ടൊന്നും നമുക്ക് വന്നില്ല. വന്ന ഫണ്ട് കൊണ്ട് നമ്മൾ മാക്സിമം ഒരു പോളിഷ് പരിപാടി നടത്തി എന്നേ ഉള്ളൂ. അപ്പൊ അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ പല വാഹനങ്ങളും നോക്കുന്ന സമയത്ത് ഇത് ഞങ്ങൾക്ക് തന്ന സ്റ്റിക്കറൊക്കെ നിങ്ങൾ നിധിപോലെ ക്ലാസ് തന്നെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ തരുന്ന സ്റ്റിക്കർ അടുത്ത ഈ ഒരു അധ്യയന വർഷത്തേക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ വണ്ടിയിൽ നിന്ന് ആദ്യം അതിന് മുമ്പ് ഞങ്ങൾ തന്ന സ്റ്റിക്കറൊക്കെ പറിച്ചു കളഞ്ഞ് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയായിട്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കുക. കാരണം അപ്പോഴാണ് ഞങ്ങൾക്ക് ഇനി 1-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ റോഡിലുണ്ടാവും. അപ്പൊ നമുക്ക് വളരെ എളുപ്പമാർഗത്തിന് വേണ്ടിയിട്ടാണ് വണ്ടി തടുത്ത് നിർത്തി പരിശോധിക്കുന്നതിന് പകരം സ്റ്റിക്കർ കിട്ടിയ വണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളോട് സഹകരിച്ച നിയമം അനുസരിക്കുന്ന നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ഒരു വണ്ടി എന്നുള്ള കൺസിഡറേഷനാണ് നമ്മൾ അതിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. അല്ല, മാർക്ക് ചെയ്ത വണ്ടികൾക്ക് മാത്രമാണ്. പിന്നെ ഈ മാസവും കഴിഞ്ഞ മാസവും CF എടുത്ത വണ്ടികളാണെങ്കിൽ അത് വന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെയ്തു തരാം. അല്ലാത്ത വാഹനങ്ങൾക്ക് എല്ലാവർക്കും പ്ലെയിൻ പേപ്പറിൽ ഇരിപ്പുള്ളത്. അതിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യാത്ത മെയിനായിട്ട് കാണുന്നത് സ്റ്റോപ്പ് ബോർഡ്, ആ ഡോർ സൈഡിൽ ചെറിയ സ്റ്റോപ്പ് ബോർഡ് അത് വച്ചിട്ടില്ല. അത് മിക്ക വണ്ടികളിലും ഇല്ല. അത് മെയിനായിട്ട് നിങ്ങൾ വരുമ്പോൾ CF കാണിക്കാൻ വരുമ്പോൾ സ്റ്റോപ്പ് ബോർഡ് വയ്ക്കണം. പിന്നെ എമർജൻസി എക്സിറ്റ് എന്നുള്ള സ്റ്റിക്കർ അത് വെളിയിൽ ഒട്ടിക്കണം. അത് മിക്ക വണ്ടികൾ കാണിക്കാത്ത പൊതുവായിട്ടുള്ള കാര്യമാണ്. മെയിനായിട്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ അതാണ് കാലിബ്രേഷൻ ചെയ്യാതെ പഴയതാണ് ഉള്ള കയ്യിലുള്ളതല്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വാലിഡിറ്റി പുതിയതാണോ അല്ലെങ്കിൽ അത് കൊണ്ട് കാലിബ്രേറ്റ് ചെയ്യണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ കുട്ടി അതും കൊണ്ടുവരണം. പിന്നെ ഫ്രണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ടിലുള്ള കുട്ടികൾ നിൽക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റണം. ആ രീതിയിൽ ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുള്ളത്. അതേപോലെ ക്യാമറ ഒന്ന് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് ഫ്രണ്ട് സൈഡ് ഫുള്ള് കാണും. അത് നിങ്ങളെ വ്യൂ അനുസരിച്ച് വേണം വയ്പ്പിക്കുക. അതായത് പറഞ്ഞു എന്ന രീതിയിൽ എവിടെയെങ്കിലും ക്യാമറ വയ്ക്കേണ്ട ആവശ്യം. നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് ആ ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഫ്രണ്ട് ഫുള്ള് വ്യൂ വേണം. പിന്നെ അകത്തോട്ടുള്ള വ്യൂ അത് അകത്തുള്ള ഫുള്ള്. പിന്നെ മിക്ക വണ്ടികളിലും 3 ക്യാമറ വരാറുള്ളൂ. ഒന്ന് ഡോറിൽ നിന്ന് കയറുന്ന പിള്ളേർക്ക് അത് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അങ്ങനെ മെയിനായിട്ട് 4 ക്യാമറ വയ്പ്പിക്കാൻ നോക്കണം. മിക്കവരും 3 ക്യാമറ വയ്ക്കാറുള്ളൂ. അതായത് ഒന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ അതെല്ലാം കാണണം. പിന്നെ പുറകെ നിന്ന് വെളിയിലോട്ടുള്ള നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡ് ഫുള്ള് കാണത്തക്ക രീതിയിൽ ഫിറ്റ് ചെയ്യണം. പിന്നെ അകത്തോട്ടുള്ള വ്യൂ അകത്ത് ബാക്ക് വരെ കാണാനുള്ള വ്യൂ. പിന്നെ ഒന്ന് ഡോറിൽ നിന്ന് കയറുമ്പോൾ ഉള്ള ഈ സൈഡ്. ഇത്രയും ക്ലിയർ ആയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് സാർമാർ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഫ്രണ്ട്സ് വണ്ടിയിൽ. ഇന്നത്തെ പരിപാടി ക്ലാസ് അല്ലാതെ കഴിഞ്ഞു. റഫീഖ് സാർ ഇതാ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നജാത്തിൻ്റെ വണ്ടിക്ക് തന്നെ ഉണ്ടോ ഫസ്റ്റത്തെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ് അതാ എല്ലാവരും കൂടെ സ്റ്റിക്കർ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ.